ഹായ്. അപ്പം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പാനിപൂരിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ അതിൻ്റെയൊക്കെ വേറൊരു വേർഷനാണ്. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഒരു വട ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ വടയ്ക്ക് ഞാൻ നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പില്ലേ, അതൊരു ഗ്ലാസ് എടുത്തിട്ട് കുതിർത്തി ഒരു 3 മണിക്കൂർ കുതിർത്തി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 പച്ചമുളക്, ഇത് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട്. നമ്മളിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വന്നു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കേട്ടോ. അതിൻ്റെ ഉള്ളിലൊന്ന് എയർ കയറി കഴിഞ്ഞാൽ വട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഈ ഫുൾക്കി നമുക്ക് പാനിപൂരി ഒക്കെ ഉണ്ടാക്കണ പോലെ വെള്ളത്തിൽ പാനിപൂരി നമ്മൾ വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ വട ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇടുക ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചട്നി അരച്ചിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യണം. അപ്പം അതിന് മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമുക്കൊന്ന് അരച്ചെടുക്കണം. പിന്നെ പുളിക്ക് പകരം പുളി ചേർക്കണമെങ്കിൽ പുളി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മാങ്ങയാണ് ചേർക്കണേ. പിന്നെ ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, കുരുമുളക്, പിന്നെ നമ്മൾ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്. അല്ലാച്ച കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ നമ്മുടെ ബ്ലാക്ക് സാൾട്ട്, മറ്റേ ഫ്ലേവറുള്ള സാൾട്ട് ഇല്ലേ, അതാണ് ചേർക്കണേ. പിന്നെ കുറച്ച് കായം ചേർക്കണം. പിന്നെ ചാട്ട് മസാല. ഇതൊക്കെ നമ്മൾ ആദ്യം ഇത് ചട്നി അരച്ചെടുത്തതിന് ശേഷം ഈ പൊടികളൊക്കെ അതിൽ മിക്സ് ചെയ്യും. നമുക്ക് ആദ്യം ഈ ചട്നി ഒന്ന് കുറേശ്ശായിട്ട് അരച്ചെടുക്കും. ഒറ്റയടിക്ക് നമുക്ക് അരയ്ക്കാൻ പറ്റില്ല, കുറച്ചധികം ഉണ്ട് ചട്നി. അപ്പോൾ കുറേശ്ശായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചട്നിക്ക് ഒരു ചെറിയ മധുരം വേണം. അപ്പം ഞാൻ കുറച്ച് മുന്തിരി വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മുന്തിരി അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുന്തിരിയാണ് ചേർക്കണേ ഒരു മധുരത്തിന് വേണ്ടി. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്തിയതാട്ടോ കഴുകിയിട്ട്. പിന്നെ മാങ്ങ നമ്മളെടുത്തത് ഇത്തിരി പുളി കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചട്നിയുടെ പണി കഴിഞ്ഞു. ഇതും കൂടി ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് വെള്ളം ആവശ്യത്തിന് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ഇട്ടിട്ടുള്ള വെള്ളം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൽ മസാലകൾ ആഡ് ചെയ്യണം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ പൊക്കുവട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പൊക്കുവട ഉണ്ടാക്കിയിടുന്ന വെള്ളം കേട്ടോ അത്. ആദ്യം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിനെ പിഴിഞ്ഞിട്ട് വേണം നമുക്ക് ചട്നിയിലേക്ക് ഇടാൻ. അപ്പോൾ ഞാൻ അതിലൊരു ലേശം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇളം ചൂട് വെള്ളം കേട്ടോ അത്. ചെറുതായിട്ട് ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ്. അതിലേക്ക് ഒരു ലേശം കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ പൊക്കുവടയിലേക്കും നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് സോഡ, നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇടുന്ന നമ്മുടെ സോഡ ഒരു നുള്ള് കേട്ടോ. ഒരു വീർത്ത് വരാൻ വേണ്ടിയാണത്. മാവിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ. ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ, അല്ലാണ്ടൊന്നുമല്ല. നല്ലൊരു കളറ് കിട്ടും. ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കുറേശ്ശായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ഞാൻ റിഫൈൻഡ് ഓയിലാട്ടോ എടുത്തേക്കണേ. നമ്മൾ ഏത് എണ്ണ ഉപയോഗിക്കണേ, റിഫൈൻഡ് ഓയിലാണ് ഏറ്റവും നല്ലത്. ഇതിനൊന്നും നമ്മൾ വെളിച്ചെണ്ണ എടുക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ കായപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ സെക്കൻഡ് ട്രിപ്പും കൂടി ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മൾ ചട്നിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളവും ഐസ് ഉണ്ടെങ്കിൽ ഐസും മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ നമ്മുടെ ജീരകപ്പൊടി കുറച്ച് ഞാൻ അരയ്ക്കുമ്പോൾ ചേർത്തിരുന്നു കേട്ടോ. പിന്നെ ചാട്ട് മസാല. നമ്മുടെ മെയിനായിട്ട് ചേർക്കുന്നത് നമ്മുടെ മറ്റേ ബ്ലാക്ക് സാൾട്ടാണ് കേട്ടോ. ഫ്ലേവേർഡ് സാൾട്ട് ഇല്ലേ, അതാണ് ചേർക്കണേ. അത് ഇനി ഇട്ടിട്ട് നമുക്കൊന്ന് കലക്കിയിട്ട് നോക്കണം അതിൻ്റെ ഉപ്പും ഇതൊക്കെ പാകമാണോന്ന്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇനി വേണ്ടത് ആഡ് ചെയ്യാം.
നമ്മൾ തണുത്ത വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ. മസാലകളൊക്കെ ഇട്ടു. മസാലകളൊക്കെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും പുളിയൊക്കെ നല്ല ഇതായിട്ട് നിൽക്കണം ഇതിൽ. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. വെള്ളം കൂടി ഒഴിച്ചാലാണ് അതിൻ്റെ കറക്റ്റ് പാകം അറിയുള്ളൂ. ചെറുതായിട്ട് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പുളിയൊക്കെ കറക്റ്റാണ്. നമ്മൾ ഈ ബ്ലാക്ക് സാൾട്ടാണ് കേട്ടോ ചേർക്കണേ. അതാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. എരിവിൻ്റെ ആവശ്യത്തിന് അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മുടെ വട ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ വട. നമുക്ക് കുറച്ച് സവാളയും മല്ലിയുടെ ഇലയൊക്കെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പാനി ഫുൽക്കി റെഡിയായി കേട്ടോ. ഇത് നല്ല ചൂട് സമയത്തൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണ്ടേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോളൂ. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.